ചെമ്പനിപ്പ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. നവീനാണ് നമ്മുടെ സ്തുതിക്ക് ലെറ്റർ കൊടുത്ത എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് സച്ചി ആ കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി ഒരു സത്യം മനസ്സിലാക്കുന്നത്. പ്രവീണിനെ അടിച്ചിട്ട് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയാണ് എന്നുള്ള സത്യം. എന്നാ അന്ന് ആന്റണി പറഞ്ഞത് അവനാണ് അവനെ പിടിച്ച് പോലീസിലാക്കിയത് എന്നുള്ള കാര്യമാണ്. സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോ ആ പറയുന്നവൻ നിനക്ക് എതിരാളിയാണ് അല്ലേ എന്നുള്ള കാര്യം. അതെ, അതുകൊണ്ടാണ് നിനക്ക് ലെറ്റർ തന്നത് ഞാനാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്നെ അതിനകത്തേക്ക് കോർത്തു വിട്ടത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ഈ വീട്ടിലേക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് സച്ചി കാരണം മാത്രമേ വരുവുള്ളൂ. ഇത് കേട്ട് രേവതി ചോദിക്കുന്നുണ്ടേ, അമ്മേ സച്ചിയേട്ടന് ഒരാള് തെറ്റ് ചെയ്തത് കണ്ടിട്ട് അയാളെ പോലീസിൽ പിടിച്ചു കൊടുക്കുക ചെയ്തത് അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തിനാണ് നീ സച്ചിയെ എങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ, അല്ല രവിയേട്ടാ, സച്ചി കാരണമാണല്ലോ ഇപ്പോ ശ്രുതിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഞാനും വിചാരിച്ചു എനിക്ക് ആരാണ് ഇപ്പൊ ഒരു ആവശ്യമില്ലാത്ത ലെറ്റർ തരുന്നത് എന്നുള്ള കാര്യം. എനിക്കല്ലെങ്കിലും പ്രശ്നം വരുന്നതെല്ലാം സച്ചി കാരണമാണെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. എന്നാ സച്ചി ഈ വീട്ടില് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നീ ഒറ്റൊരുത്തൻ കാരണമാണ് എന്ന് തുടർന്ന് രവിയുടെ അടുത്ത് നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടനുമായിട്ട് പ്രശ്നമുള്ള ഒരാള് എന്തിനാണ് സച്ചിയേട്ടന്റെ ഏട്ടന് ലെറ്റർ കൊടുക്കുന്നതെന്ന്. രേവതി നീ ചോദിച്ചത് കറക്റ്റ് ആണ്. ഞാനും ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ ഞാനാണ് ഒറ്റ കൊടുത്തത്. അങ്ങനത്തെ അവൻ എന്തിനാണ് ഇവന് ലെറ്റർ കൊടുത്തിട്ട് ഇവനെ ഭയപ്പെടുത്തുന്നത്? എടാ, നീ അവനെ ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് സച്ചി ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്ക് അവൻ എവിടെയോ വെച്ച് കണ്ടതുപോലെ തോന്നി. ശ്രുതി, നമ്മൾ അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒരു ഞെട്ടലോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ഇല്ല ശ്രുതി, അവനെ എവിടെ വെച്ച് കാണാനാ? എനിക്കെന്തോ അങ്ങനെ ഓർമ്മയൊന്നും വരുന്നില്ല. എന്തായാലും തന്റെ കയ്യിൽ നിന്ന് അടിമേടിച്ചതിന്റെ കാരണമായിട്ടാണോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്നൊക്കെ സച്ചിയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ്. ഉടനെ തന്നെ അവൻ എന്തായാലും എന്റെ കൺമുമ്പിൽ പെടും. അപ്പോ അവന്റെ അടുത്ത് തന്നെ ഞാൻ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചോളാം. എടാ, ഞാനുമായിട്ടുള്ള പ്രശ്നത്തിന് നീ എന്തിനാ ആ ഓടിപ്പോയവന് ലെറ്റർ അയച്ചതെന്ന്? അല്ലടാ, അവനൊരു ലെറ്റർ അയച്ചപ്പോഴേക്കും നീ എന്തിനാ ഭയന്നത്? പിന്നല്ലാതെ ഭയപ്പെടില്ലേ? എനിക്ക് പ്രശ്നം വരാൻ വേണ്ടി പോകുന്നു, ഞാൻ മരിക്കാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഭയപ്പെടില്ലേ? അവൻ എന്തിനാണ് അങ്ങനെയൊക്കെ നിനക്ക് ലെറ്റർ അയക്കുന്നത്? ഒന്നെങ്കിൽ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൗഡർ എടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ സച്ചി, നീ എന്തിനാ എന്റെ നേരെ തിരിയുന്നത്? ഞാനിവിടെ മിണ്ടാതിരിക്കല്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഒരു ബന്ധമില്ലാതെ നിങ്ങളെ വരട്ടെ? സച്ചി പറയുന്നത് കേൾക്കുമ്പോ ശ്രുതി സച്ചിയോട് പറയുന്നുണ്ട്, ആക്ച്വലി നിങ്ങൾ തമ്മിലാണ് പ്രശ്നം. കാര്യം പറഞ്ഞാൽ ഞങ്ങളാണ് നിങ്ങളടുത്ത് ദേഷ്യപ്പെടേണ്ടത്. ശ്രുതി, നീ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ കാരണമാണ് നമ്മുടെ ഉറക്കം വെറുതെ പോകുന്നത്. ഇനി എന്തായാലും ഒരു ലെറ്ററും കൂടി വരട്ടെ, അന്നേരം ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ള കാര്യം. നീ പേടിക്കൊന്നും വേണ്ട ശ്രുതി. ഇനി എന്തായാലും അവൻ ഒരിക്കലും ലെറ്റർ ഒന്നും അയക്കില്ല. അവനെ എവിടെ കണ്ടു കഴിഞ്ഞാലും കൈയോടെ പൊക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. അത് കേട്ട ഉടൻ തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആകുകയും ശ്രുതി ഭക്ഷണം പോലും കഴിക്കാതെ അവിടുന്ന് എഴുന്നേൽക്കുവാണേ. ഇത് കണ്ട ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീ എന്താ ഭക്ഷണം കഴിക്കാതെ എഴുന്നേക്കുന്നതെന്ന്? ഇല്ല ആന്റി, എനിക്ക് മതി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പാർലറിൽ പോകണം. ഉടനെ തന്നെ അവൻ എന്റെ കയ്യിൽ പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ സച്ചി. ഇതില് ഏറ്റവും നല്ലത് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്തിടുന്നതാണ് എന്ന് രവി പറയുന്നത് കേൾക്കുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രയും പറയുന്നുണ്ട്, അതെ, ഇതില് ആരാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ചന്ദ്ര പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് പറയുന്നത് കേട്ടുകൊണ്ടാണ് ശ്രുതി കൈ കഴുകി വരുന്നത്. ആന്റി, എന്തിനാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ, എന്താ ഇപ്പൊ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലെന്ന് സച്ചി. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തായാലും പോലീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് വരും. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ വിളിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ അത്ര നല്ല കാര്യമാണോ? അതുകൊണ്ട് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി പോകുമ്പോ, അവനെ പിന്നെ ചുമ്മാ വിടാനാണോ നീ ശ്രുതി പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഇനി ഒരു തവണയും കൂടി വരുവാണെന്നുണ്ടെങ്കിൽ നോക്കാം. ശ്രുതി വേഗം ഭക്ഷണം കഴിച്ചിട്ട് വാ, നമുക്ക് പോണോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകുന്നുണ്ടേ. സച്ചി വന്ന് ഇരിക്കുവാണ് കേട്ടോ ഭക്ഷണം കഴിക്കാന്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നത്, നന്നായിട്ട് കറിയും ചോറും ഒക്കെ വിളമ്പി കൊടുക്കുക, അടുത്ത പ്രശ്നം ആയിട്ട് വരാനുള്ളതല്ലേ എന്ന്. ഇത് കേട്ട് ചന്ദ്രയുടെ അടുത്ത് മിണ്ടാതെ കഴിക്കാൻ വേണ്ടി നോക്കുമെന്ന് രവി പറയുന്നുണ്ട്. എന്തായാലും അച്ഛാ, ഇത് എന്നെ തോണ്ടി വിടാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള കാര്യം തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ട്. ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിക്കുന്നു പറയാണേ. അത് കേട്ടിട്ട് ശ്രുതിക്കും ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. തുടർന്ന് കാണിക്കുന്നത് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്ന് ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷ പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇത് കണ്ട ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ, എന്ത് പറ്റി വർഷേ, നീ മൂഡ് ഓഫിലായിട്ടാണോ? ഇല്ലല്ലോ, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, സാധാരണയായിട്ട് നീ 2-3 മണിക്കൂർ എടുക്കുമല്ലോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ ഹാഫ് ആൻ അവറിനുള്ളിൽ ഇന്ന് തീർത്തല്ലോ.
അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വരുന്നത് എപ്പോഴും ഞാൻ ലേറ്റ് ആവും എല്ലാ കാര്യത്തിനും, അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ലേറ്റ് ആകും എന്നല്ലേ. ഞാൻ അങ്ങനെയല്ല വർഷം ഉദ്ദേശിച്ചത്. സാധാരണ നീ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എടുത്തില്ല, അതിനു മുമ്പ് തന്നെ തീർത്തല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിലും എനിക്ക് എന്താ ഇത്ര വലിയ ആഗ്രഹമാണോ ഒരുപാട് നേരം നിന്നിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ തെരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാ ഇന്ന് ഉടനെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടു, ഉടനെ തന്നെ ഞാൻ അതെടുത്ത് പോരുകയും ചെയ്തു. സാധാരണ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ബെറ്റർ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കില്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ നോക്കില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റാരെങ്കിലും എടുക്കും, അതിന് ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല. എന്തായാലും വർഷേ, ഒരു കാര്യം, നീ പെട്ടെന്ന് തന്നെ ഷോപ്പിംഗ് ഒക്കെ തീർത്തല്ലോ, അത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അല്ല പക്ഷേ, ഇനി നിനക്ക് എന്തെങ്കിലും മേടിക്കാനുണ്ടോ? എല്ലാം മേടിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോ എല്ലാം മേടിച്ചല്ലോ. അല്ലല്ല, ഞാൻ ഒന്ന് ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ഇനി പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അതിനും നീ അടി ഉണ്ടാക്കുമല്ലോ. അപ്പൊ ഞാൻ എപ്പൊ നോക്കി കഴിഞ്ഞാലും അടി ഉണ്ടാക്കുന്ന ആളാണെന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞു വരുന്നത്. ഇപ്പൊ തന്നെ നീ ആരംഭിച്ചത് കണ്ടില്ലേ? നീ ഈടായിട്ട് കാരണമില്ലാതെ അടി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയല്ലേ ചെയ്യുന്നത്. ഇനി എന്തായാലും ശ്രീകാന്തെ, നീയുമായിട്ട് ഞാൻ അടി ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു. സത്യമായിട്ടൊന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതെങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് പോകും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. നിന്നെ പോലത്തെ ഒരു ഹസ്ബൻഡിനെ വേറൊരു പെണ്ണിനും കിട്ടില്ല, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ സെലക്ട് ചെയ്തത്. അപ്പോ ഒരു സാരി എടുക്കുന്നത് പോലെയാണല്ലേ നീ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചേച്ചേ, നീ നല്ലൊരു ഹസ്ബൻഡ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. പ്രിയനെ കാണിക്കുന്നത്. പ്രിയ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറ് പെട്ടെന്ന് വഴിയിലാവുകയും ചെയ്യാണ്. ഡ്രൈവർ അടുത്ത് കാറ് നന്നാക്കിയിട്ട് വീട്ടിലേക്ക് എത്തിക്കാനാ പറയുന്നത്. അവള് ക്യാബ് ബുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ആ വഴിയെ തന്നെയാണ് ശ്രീകാന്തും വർഷയും വരുന്നത്. ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് അവരെ കാണുന്നുണ്ട്. എന്റെ ബോസിന്റെ മകളാണ് അത് എന്നുള്ള കാര്യം പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, നിർത്തണ്ട വേഗം വിട്ടോ എന്ന്. അതെങ്ങനെ ശരിയാവുന്നത്? ഒരാളെ കണ്ടിട്ട് എങ്ങനെ നിർത്താണ്ട് പോകുന്നത്? അങ്ങനെ ശ്രീകാന്ത് കൊണ്ടുപോയിട്ട് അവിടെ അവളുടെ മുമ്പിൽ നിർത്തുവാണ്. അവളടുത്ത് എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, എന്നാൽ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് അതാ അവിടെയുണ്ട്. ശ്രീകാന്തിനെ കാർ നന്നാക്കാൻ അങ്ങനെ എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ ചേട്ടൻ കാർ ഡ്രൈവറാണ്. സച്ചേട്ടനാണ് കാറിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. എനിക്കറിയുന്നത് കുക്കിംഗ് മാത്രമാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ പോകണമായിരുന്നു. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ട്. ക്യാബ് ബുക്ക് ചെയ്തിട്ട് പൊക്കൂടായിരുന്നോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് ഞാൻ കുറെ നേരം ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. ഇത് കേട്ട് ശ്രീകാന്തും പറയുന്നുണ്ട്, ഇവിടെ ക്യാബ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രീകാന്തെ, കുറച്ചും കൂടി മുന്നോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുന്നിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്, ഇച്ചിരി കൂടി മുന്നോട്ടിരിക്കൂ. വർഷയുടെ അടുത്തും അതുപോലെ തന്നെ മുന്നോട്ടിരിക്കാൻ വേണ്ടി പറയാണ്. പുറകിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് അവൾ അതിനകത്ത് കയറിയിരിക്കുവാണ്. ഇത് കണ്ട വർഷയാണെങ്കിൽ ട്രിപ്പിൾസ് പോകുന്നത് കുറ്റമാണെന്ന് പറയുന്നുണ്ട്. എന്നെ ഒന്ന് മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, കുറച്ച് ദൂരെയല്ലേ, അതൊന്നും പിടിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ശ്രീകാന്തിനെ കൊണ്ട് വണ്ടി എടുപ്പിക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വർഷയുടെ കയ്യിൽ ഒരുപാട് കവറുകളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് കവറുകളൊക്കെ ഉണ്ടല്ലോ, ഷോപ്പിങ്ങിന് പോയിട്ട് വരാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? വീട്ടിലെ കൊലു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയതാണ്. ഓ ആണല്ലേ, ഇതിനു വേണ്ടിയിട്ടാണല്ലേ ഹാഫ് ഡേ പെർമിഷൻ എടുത്ത് പോയെന്നുള്ള കാര്യം പ്രിയ ചോദിക്കുമ്പോൾ അതേന്ന് ഭയങ്കര ചമ്മലോട് കൂടി ശ്രീകാന്ത് പറയുന്നുണ്ട്. എന്തായാലും വൈഫിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അത് നല്ല കാര്യം തന്നെയാണ്. യു ആർ എ ഗുഡ് ഹസ്ബൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്തിന്റെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ ഞാൻ 5 times കോൾ ചെയ്തതിന് ശേഷമാണ് ശ്രീകാന്ത് വന്നത് എന്നുള്ള കാര്യം വർഷ പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും കൂടി ബൈക്കിൽ വരുന്ന കറക്റ്റ് അവിടെ തന്നെ ചെക്കിംഗ് ഉണ്ടാവുകയാണ്. ഞാൻ പറഞ്ഞതല്ലേ പ്രശ്നം വരും എന്നുള്ള കാര്യം. ആദ്യം ഒരു പ്രശ്നം കയറി, ഇതാ ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം. ആ വണ്ടി കണ്ട ഉടനെ തന്നെ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ സൈഡാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ട്രിപ്പിൾസിലാണല്ലോ വരുന്നത്, അതുകൊണ്ട് നീ രണ്ടുപേരും കൂടി ആ ബൈക്കിനകത്ത് കയറ്റിക്കൂടായിരുന്നു എന്ന് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുകയാണെ. നീ എന്താണ് മന്മഥനാണോ രണ്ടുപേരെയൊക്കെ പുറകിൽ വെച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്? അയ്യോ സാർ എന്ന് എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം വണ്ടി ഇറങ്ങടാ. ഇറങ്ങിയിട്ട് ശ്രീകാന്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വർഷം നിൽക്കുന്നത്, റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പ്രിയ നിൽക്കുന്നുണ്ട്. പക്ഷെ പോലീസുകാരെടുത്ത് പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണ്. അങ്ങനെ മാറുമ്പോൾ നിങ്ങളുടെ വൈഫല്ലേ, വൈഫിന് ഒന്ന് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞൂടെ ട്രിപ്പിൾസിൽ വരുന്നത് ശരിയല്ല എന്നുള്ള കാര്യം. അത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ സർ അവർക്കത് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഞാനാണ് അവന്റെ വൈഫ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ശ്രീകാന്തിന് മാറിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നീയല്ലേ പറഞ്ഞത് ഇതാണ് നിന്റെ വൈഫ് എന്ന്? സോറി സർ, ഞാൻ ശരിക്കും കണ്ടില്ല, അതുകൊണ്ടാണ്. ആര് വേണേലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബൈക്കിൽ ട്രിപ്പിൾസ് ആണോ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സർ ആക്ച്വലി ഇത് എന്റെ മിസ്റ്റേക്ക് ആണ്, എനിക്ക് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് സർ ഞാൻ ഫൈൻ കെട്ടായി എന്ന് പറഞ്ഞിട്ട് പ്രിയ പേഴ്സ് നോക്കുന്ന സമയത്ത് പേഴ്സ് കാറിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അയ്യോ, ഞാൻ പേഴ്സ് കാറിനകത്ത് വെച്ചു എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഞാൻ പേ ചെയ്തോളാം എന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ട് പേഴ്സ് തപ്പുവാണേ. ശ്രീകാന്തിന്റെ പേഴ്സിനകത്തും പൈസയൊന്നുമില്ല. അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതെ വർഷം തന്നെ പേ ചെയ്യാണ് കേട്ടോ ഫൈന്. പൈസ കിട്ടിയതിനു ശേഷം പോലീസുകാരൻ പറയുന്നുണ്ട്, 3 പേരെയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ തോന്നുന്നത്, എന്നിട്ട് നിങ്ങൾ തന്നെ റൂൾസ് ഫോളോ ചെയ്ത് തരുന്നാല് എങ്ങനെയാണ്? ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സോറി സാർ എന്ന്. ശരി, ഫൈൻ കിട്ടിയതിനു ശേഷം അവരെ പറഞ്ഞു വിടാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ആ പോലീസുകാരൻ ബൈക്കിൽ കയറി പോകുന്നതിന് മുമ്പായിട്ട് പ്രിയ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ പുറകിൽ പോയി തിരിക്കുവാണേ.
ഇതെന്താ നീ എന്റെ ബൈക്കിന്റെ പുറകെ വരുന്നത്? സാർ എന്തായാലും ട്രിപ്പിൾസ് പോകാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെയും പോലീസുകാരുടെ കണ്ണിൽ പെടും. സാർ എന്തായാലും പോവല്ലേ, ആ സമയത്ത് എന്നെ ഒന്ന് അവിടെ ഹൈവേയിൽ ഇറക്കി വിട്ടാൽ മതി. എന്റെ ഭാര്യ കണ്ടില്ലെങ്കിൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അയാള് കൊണ്ടുപോവാണ് കേട്ടോ പ്രിയെ. പോകുന്ന സമയത്ത് ബായ് ശ്രീകാന്ത് ബായ് വർഷ എന്നൊക്കെ പറയുന്നുണ്ടേ. വർഷയാണെങ്കിൽ ഇത് കണ്ടിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ, ഇവളെന്താ ഇങ്ങനെ, ആരാണ് എന്താന്നുള്ള കാര്യം പോലും അറിയാതെ അവരുടെ പുറകെയൊക്കെ പോകുന്നത്. പോലീസുകാര് നാടിനെ രക്ഷിക്കുന്നവരല്ലേ, അപ്പോ അവൾക്കും രക്ഷയാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കൂടെ പോകുന്നത്. എന്തായാലും അവള് കാരണം എന്റെ 500 റുപ്പീസ് പോയി. അവള് ശരിക്കും ഒരു ലൂസാണെന്നല്ലേ പറഞ്ഞു വരുന്നത്. എന്ത് ചെയ്യാനാണ്, എന്റെ നേർക്ക് വരുന്നതൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയാണേ. എന്താന്ന് വർഷ ചോദിക്കും. ഇല്ല ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞതല്ല, പൊതുവായിട്ട് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ കയറിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടേ. രാത്രിയില് ശ്രുതി ഇങ്ങനെ ടെറസിൽ എന്തോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇവൻ എന്താണോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് സച്ചി ആണെങ്കിൽ പുറകിൽ പോയി തോണ്ടുന്നുണ്ട്. അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ശ്രുതി പേടിച്ച് വിറയ്ക്കുന്നുണ്ടേ. സച്ചി വന്ന് തോണ്ടുമ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കുന്നുണ്ടേ. നീ എന്തിനാണ് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നാണോ എന്ന് ചോദിക്കുമ്പോ, നീ എന്തിനാണ് പേടിക്കുന്നത്? ഈ വീട്ടില് ഞാനുള്ളപ്പോ വേറെ ആരെങ്കിലും വന്നിട്ട് നിന്നെ തല്ലു? എത്രയാണെന്നുണ്ടെങ്കിലും നീ എന്റെ സ്വന്തം ചേട്ടനല്ലേ. അങ്ങനെ മറ്റൊരാൾ വന്ന് തല്ലുന്ന സമയത്ത് ഞാൻ നോക്കി നിൽക്കുന്നുള്ള കാര്യം നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ. നീ ഈ വീട്ടിലുള്ളതാണ് എനിക്ക് ഏറ്റവും പേടിയായിട്ടുള്ള കാര്യം. അങ്ങനെ ഇവര് സംസാരിക്കുമ്പോഴേക്കും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത് എന്തിനാ വിളിപ്പിച്ചത് എന്നുള്ള കാര്യമാണ്. നാളെ മുതൽ പൂജ ആരംഭിക്കല്ലേ, അതുകൊണ്ട് നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഞാൻ 5000 രൂപ തന്നില്ലേ എന്നാണ് ശ്രുതി ആദ്യം ചോദിക്കുന്നത്. അത് പൗഡർ എടുത്തിയല്ലേ തന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാ തന്നത്. അങ്ങനെ പൈസ തന്നാൽ മാത്രം മതി. ഇവിടെ 9 ദിവസത്തെ പൂജയുണ്ട്, അത് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചെയ്യേണ്ടത്. എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം പറയണം. അല്ലാതെ എല്ലാ ജോലിയും രേവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് കേട്ട ഉടനെ ശ്രുതി ചോദിക്കുന്നത്, എടാ ശ്രീകാന്തെ, നമ്മളാണോ ഇവന്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ഇവൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പോ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് പോലെയായി. എടാ ചുമ്മാ ഇരുന്നിട്ട് സ്വീറ്റ്സ് കഴിച്ചാൽ മാത്രം മതി, കുറച്ച് മേലനങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യടാ എന്ന് പറയുന്നുണ്ട്. ശ്രീകാന്തെ, നീ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കും. ഞാന് രേവതി ചേച്ചിയുമായി ചേർന്നിട്ട് എല്ലാ സ്വീറ്റ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. രേവതി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ദിവസം ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടാവുമല്ലേ, അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസം ഈവനിങ്ങില് ഈ ഡിഷസ് ഒക്കെ ഷോറൂമിലേക്ക് കൊടുത്തു വിടണമെന്ന് പറയണേ. എന്തിനാടാ, നിനക്ക് കടയിന്റെ മുമ്പിൽ വെച്ചിട്ട് വിൽക്കാനാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. വൈകിട്ട് പൂജ നടക്കുന്ന സമയത്ത് നീയും ഇവിടെ ഉണ്ടാവണടാ. അതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരും, നല്ല സെയിൽസ് ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു 1-2 മണിക്കൂർ നീ ഇവിടെ വന്നിരുന്നതിന് ശേഷം പോയിട്ട് പാത്രം വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എടാ, പാത്രം വെക്കുന്ന കടയോ? എന്റേത് ഹോം അപ്ലയൻസ് ആണ്, എന്താണെന്നുണ്ടെങ്കിലും നിന്നിട്ട് പോടാ. എടാ, ഞാൻ എന്തിനാടാ ജോലിയൊക്കെ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട്? ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തി ഉണ്ടല്ലോ, രേവതി എന്ന് പറഞ്ഞത്. അറിയാതെ വായെന്ന് വീണു പോയതാണ്. അയ്യോ, അറിയാതെ വീണു പോയല്ലോ എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സച്ചി പുറകെ ഓടുമ്പോഴേക്കും എടാ അറിയാതെ പറഞ്ഞു പോയതാന്നുള്ള കാര്യം പറയുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ രണ്ടുപേരും പിടിച്ചു വെക്കുമ്പോ, കേട്ടില്ലടാ അവൻ പറഞ്ഞത് എന്റെ ഭാര്യ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്, അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് രേവതിയാണല്ലോ, ആ അർത്ഥത്തിൽ പറഞ്ഞേ ഉള്ളൂ. അവള് നിങ്ങളൊക്കെ പാവാണെന്നുള്ളത് വിചാരിച്ചിട്ട് എല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ, അതിനുള്ള കൊഴുപ്പാണ് നിങ്ങൾക്ക്. നിന്റെ ഭാര്യയെ കൊണ്ടും ജോലി ചെയ്യിപ്പിച്ചുവിടടാ. ഇനി രേവതിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു അക്ഷരം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ വായിലൊരൊറ്റ പല്ലുണ്ടാവില്ല. സച്ചേട്ട വിട്ടേക്ക്, എന്തോ അറിയാതെ പറഞ്ഞു പോയതാണ്. സുധേട്ടനാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുവാണ്. സുധേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അല്ല, സച്ചേട്ടൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതിന്റെ എല്ലാ ഏർപ്പാടും ഞാനാണല്ലോ ചെയ്യുന്നത്. പടികളൊക്കെ കെട്ടിയിട്ട് അതിനകത്ത് ബൊമ്മയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുമല്ലോ, അവരെയൊക്കെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന ഏർപ്പാട് ഞാനാ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സുധിയേട്ട, എല്ലാരും ജോലി ചെയ്തേ പറ്റുള്ളൂ. സുധിയേട്ടൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇത് കേട്ട് സുധി ഒന്നും മറുപടി പറയാതെ നിൽക്കുന്നത് കാണുമ്പോൾ അവന് തിന്നിട്ട് മാത്രമല്ലേ ശീലമുള്ളൂ. അതുകൊണ്ടാണല്ലോ അവൻ പറഞ്ഞത് എല്ലാം അവന് ബോക്സിൽ കെട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തു വിടണമെന്ന്. സുധിയേട്ടൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യം ഒന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ലടാ, ശ്രുതി എന്റെ അടുത്ത് എന്താണോ ചെയ്യാൻ വേണ്ടി പറയുന്നത് അത് ഞാൻ ചെയ്യും. അതല്ലെങ്കിലും ഇവന് സ്വന്തമായിട്ട് ബുദ്ധിയില്ലല്ലോ, പൗഡർ എടുത്ത് എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്തല്ലേ ഇവന് ശീലമുള്ളൂ. അപ്പൊ സച്ചിയായിട്ട് രേവതി ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ, അവളെന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? ഞാൻ പറയുന്നതാണല്ലോ അവൾ ചെയ്യുന്നത്. ഓ അങ്ങനെയാണല്ലേ, ആ രേവതി ചേച്ചി വാ എന്നുള്ള കാര്യം പറഞ്ഞു സച്ചിയെ ചുമ്മാ പറ്റിക്കുമ്പോഴേക്കും ആ രേവതി വാ എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പേടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീകാന്തും അതുപോലെ ശ്രുതിയും ഭയങ്കര ചിരിയാണേ. സച്ചിയേട്ടാ, ചുമ്മാ പറഞ്ഞതാണ്. ശ്രുതി ചേച്ചി പറയുന്നത് കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് സുധീറിന്റെ അടുത്ത് പറഞ്ഞില്ലേ? രേവതി ചേച്ചിയുടെ പേര് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ സച്ചിയേട്ടൻ പേടിച്ചല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അത് ഞാൻ ചുമ്മാ കാണിച്ചതാണ് എന്ന് പറയാണ്. സച്ചിയേട്ടനും ചുമ്മാ ഓരോന്ന് പറയാൻ വേണ്ടി നിൽക്കണ്ട. നാട്ടിലെ രാജാവാണെന്നുണ്ടെങ്കിലും വീട്ടില് പൂച്ചയാവണം, ഭാര്യയുടെ വാക്ക് കേട്ടേ പറ്റുള്ളൂ. എടാ, ഭാര്യ പറയുന്നതൊക്കെ കേൾക്കണം എന്ന് കരുതിയിട്ട് ഇവനെ പോലെ സ്വയം ബുദ്ധിയില്ലാതെ പോലെ ആവരുത്. ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും ഡിഗ്രി ഒക്കെ എടുത്തത്? നീ വീട്ടിന് മുമ്പ് പോയിട്ട് എന്റെ ബോർഡ് നോക്കുന്നു പറയാണേ.
പുസ്തകത്തിലുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മശക്തി ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ ആർക്കും എത്ര ഡിഗ്രി വേണമെങ്കിലും വാങ്ങാം. എനിക്ക് സ്വന്തമായിട്ട് ഒരു ജോലിയുണ്ട്, ഡ്രൈവർ. അത് തന്നെ എനിക്ക് ധാരാളമാണ്. എടാ, എനിക്കും ജോലിയുണ്ടല്ലോ. ഞാനൊരു ബിസിനസ് മാൻ അല്ലേ. എന്റെ ബിസിനസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലിയാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സാധനം വിറ്റിട്ട് കമ്മീഷൻ മേടിക്കലല്ലേ നിന്റെ പണി. എന്നാൽ കാർ ഓടിക്കൽ അങ്ങനെയല്ല. ഹൈവേയിലൂടെയൊക്കെ നീ ഒന്ന് കാർ ഓടിച്ചു നോക്ക്. നല്ല കോൺസെൻട്രേഷനും ബുദ്ധിയും വേണം. നേരെ നോക്കി കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പ് മാത്രം ഉണ്ടായാൽ പോരാ, ഒരു പ്രത്യേകതരം ബുദ്ധി വേണം. ഏതോ സംയോജന ബുദ്ധി അങ്ങനെ എന്തോ പറയുന്നുണ്ടേ. നാളെ മുതൽ വീട്ടില് പൂജയും കാര്യങ്ങളൊക്കെ ആരംഭിക്കല്ലേ. നിങ്ങൾ കുറച്ചു നാളത്തേക്കെങ്കിലും അടി ഉണ്ടാക്കാതിരിക്കുമെന്ന് ശ്രീ. ഇവനാണ് അടി ഉണ്ടാക്കുന്നത്. കാരണമില്ലാതെ ഞാൻ അടി ഉണ്ടാക്കില്ല. ആ കാരണം നീ ഉണ്ടാക്കാതിരുന്നാ മതിയെന്ന് സുധീരുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എങ്ങനെയാടാ ഹാപ്പി ആയിരിക്കുക? ഇവന് എല്ലാവരും ഹാപ്പി ആക്കി നിർത്താൻ വേണ്ടി പറ്റും. ഇവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറഞ്ഞിട്ട് എപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് പറയാണ്. നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചി പുറകെ സുധിയുടെ ഓടുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ പിടിച്ചു മാറ്റാനൊന്നും നിൽക്കാതെ എന്താന്ന് വെച്ചാൽ കളിച്ചോ എന്നുള്ള രീതിയിൽ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. എടാ വിടടാ എന്നൊക്കെ പറഞ്ഞു സുധി ഇങ്ങനെ ഓടി പോവാണ്. അതേസമയം താഴെയാണെന്നുണ്ടെങ്കിൽ രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുവാണ്. വർഷ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുവാണ്. ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് എഴുതേണ്ട കാര്യമുണ്ടോ? ഒക്കെ വീഡിയോ നോക്കിയാൽ പോരുന്നു. ഇല്ല, ഞാനും ഒരുപാട് കൊലുവിന് വേണ്ടിയിട്ട് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ഇത്തവണ അമ്പലത്തില് അമ്മയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നത്. ശ്രുതി ചേച്ചി കൊലുവിന് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി ചേച്ചി. ഞാൻ കേട്ടു എന്നുള്ള കാര്യം ശ്രുതി പറയുന്നുണ്ട്. എനിക്ക് ഈ കുക്കിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ രേവതി ചേച്ചിയെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തന്നെ. ശ്രുതി ചേച്ചിക്ക് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. രേവതിയും അതുപോലെ തന്നെ വർഷയും നല്ല രീതിയിൽ സംസാരിക്കുന്നത് ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ അടിയാണെന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ചെയ്തു തരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ എന്തോ പുതിയ ഡിഷിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തോ ബ്രെഡ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ പേരൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയില്ല എന്നൊക്കെ രേവതി ഇങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവനിങ്ങനെ ബ്രെഡ് വെച്ച് പാവുഭാജി, സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ്, അത് ചെയ്തു തരണം എന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്നതല്ലേ, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ തനിയെ വർഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ശ്രുതി ചോദിക്കുമ്പോ അതിനെന്താ കുഴപ്പം, വർഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അത് ചെയ്യാന്ന് രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്ന ലിസ്റ്റ് ഒക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്തായാലും വർഷ പറഞ്ഞ മൈസൂർ ലഡും ഇതിനകത്ത് ആഡ് ചെയ്യാന്ന് പറയാണേ. ചേച്ചി പറയുന്നത് കേട്ട് തന്നെ എനിക്ക് ഇപ്പൊ തന്നെ എല്ലാം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട്. എല്ലാ ദിവസവും ഡബിങ് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ ലേറ്റ് ആവും. ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാം കാലിയായി പോകുമെന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ എടുത്തു വെക്കാന്നൊക്കെ രേവതി പറയുന്നുണ്ട്. വേണ്ട 1 വീക്ക് ഞാൻ എന്തായാലും നേരത്തെ വരാം. 5 മണിക്ക് ഞാൻ ഡബിങ് എല്ലാം തീർത്ത് വെച്ചിട്ട് വരും. വർഷേ നീ വന്നിട്ട് രേവതിയെ ഹെൽപ്പ് ചെയ്യാനാണോ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലല്ല, രേവതി ചേച്ചി ഉണ്ടാക്കി വെച്ചത് നേരത്തെ വന്നിട്ട് ഞാൻ കഴിക്കും. പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് വർഷേ ഇതൊക്കെ കഴിക്കും. എന്റെ വീട്ടിൽ ഇതൊക്കെ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് അമ്മ അറിയാതെ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട്. അതുപോലെ നൈസായിട്ട് ഞാൻ ഇവിടുന്ന് എടുക്കും. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന രീതിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. വേണ്ട തനിയെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോ അത് നല്ലതാണ്. എനിക്ക് തോന്നുന്നത് കൊലുവിനേക്കാൾ നന്നായിട്ട് ഭക്ഷണമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്നാണ്. രണ്ടും നന്നായിട്ട് തന്നെ എല്ലാം ചെയ്യണം. ചേച്ചി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചേച്ചിക്ക് പൂ കെട്ടാൻ മാത്രമല്ല അതിനേക്കാൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാന്നാ തോന്നുന്നത്. കൊലു എന്ന് പറയുന്നത് വർഷത്തിൽ 9 ദിവസം മാത്രമല്ലേ വരുള്ളൂ. ഈ ലിസ്റ്റിലുള്ള ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാക്കുക ആ സമയത്ത് മാത്രമാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ കുലത്തൊഴില് വിടാൻ വേണ്ടി പറ്റുമോ? എനിക്ക് എപ്പോഴും പൂ കെട്ടുന്നതാണ് ഇഷ്ടം. എനിക്കും എന്റെ ജോലി ഇഷ്ടമാണ്. ഞാനും ഡബിങ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ആർക്കും വേണ്ടിയിട്ട് വിടില്ല. അതിനെന്താണ് രേവതി ചേച്ചിക്ക് മൾട്ടി ടാസ്കിംഗ് പോലെ 2 ജോലിയും ഒരുമിച്ച് ചെയ്യാം. അതിനുള്ള കഴിവും രേവതി ചേച്ചിക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുവാണ്. രേവതിയും അതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ചേച്ചി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുമ്പോ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്തായാലും എന്റെ ഒരു പങ്കുണ്ടാകും. നമ്മളെ 2 പേരെക്കാൾ കൂടുതൽ ജോലി രേവതി ചേച്ചിക്കും. പാവാണല്ലേ. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോ എന്താ ശ്രുതി ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? അല്ല, നിങ്ങൾ 2 പേരും സംസാരിക്കുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് ഞങ്ങൾ 2 പേരും എന്താ മിണ്ടാതിരിക്കായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്ക് രേവതിക്ക് കത്തുന്നുണ്ട്. വർഷേ നിങ്ങൾ 2 പേരും തമ്മിൽ അടിയില്ലായിരുന്നു? അപ്പോഴാണ് വർഷയ്ക്ക് കത്തുന്നത്. അതെ, ഞങ്ങൾ 2 പേരും തമ്മിൽ അടി തന്നെയാണ്. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ എല്ലാം മറക്കും. രേവതി ചേച്ചി മെനുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ഞാനും കുറച്ചൊന്ന് എക്സൈറ്റഡ് ആയി. രേവതി ചേച്ചി എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം മറന്നൊന്നും വിചാരിക്കണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നീ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാനും ഒന്നും മറന്നിട്ടൊന്നുമില്ല.
നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ലേ, അതാണ് എന്റെ തെറ്റ്. അല്ലെങ്കിൽ നിന്റെ ഹെൽപ്പ് ആർക്കാ വേണ്ടത്? ഞാനല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് ഇറങ്ങി നൈസായിട്ട് പോകുന്നുണ്ട്. നീ പോയിക്കോ, അല്ലെങ്കിലും നിന്റെ ഹെൽപ്പ് വേണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത്. ആ ദേഷ്യത്തിൽ തന്നെ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ എന്താണ് കൊലുവിന് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും മൊബൈൽ എടുക്കാൻ വേണ്ടി പോവാണ്, ഇതാണ് എനിക്ക് കറക്റ്റ് ചാൻസ്. ശ്രുതി മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നത് കാണുമ്പോൾ നീ എന്താടി ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകുന്നുണ്ട്.